എല്ലാവർക്കും നമസ്കാരം. ശ്രീമാസിലേക്ക് സ്വാഗതം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നിയമനം നടക്കുക റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ്. ക്വാളിഫിക്കേഷൻ SSLC ആണ്. SSLC വിദ്യാഭ്യാസ യോഗ്യതയായിട്ടുള്ള ടെസ്റ്റാണ്. ഇത് 3 ഘട്ടങ്ങളിലായിട്ടാണ്. കാറ്റഗറി നമ്പർ 571/2025. ഇത് 3 ഫേസ് ആയിട്ടാണ്, 3 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുക. SSLC നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഫേസ് 1 എക്സാം ഡേറ്റ് സെപ്റ്റംബർ 15. ഫേസ് 1 എക്സാം ഡേറ്റ് സെപ്റ്റംബർ 15. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് സെപ്റ്റംബർ 15 എക്സാം നടക്കുന്നത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം. ഫേസ് 2 രണ്ടാം ഘട്ട എക്സാം എന്ന് പറയുന്നത് ഒക്ടോബർ 17 ഒക്ടോബർ 17. അത് ഏതൊക്കെ ജില്ലകളിലാണെന്ന് നോക്കാം. ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് സെപ്റ്റംബർ 17 നടക്കുന്നത്. ഇനി അടുത്ത 3ാം ഘട്ട എക്സാം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ 3ാം ഘട്ട എക്സാം എന്ന് പറയുന്നത് ഒക്ടോബർ 31. അത് കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലാണ്. SSLC നിലവാരത്തിലുള്ള എക്സാമാണ്. വില്ലേജ് ഓഫീസുകളിലാണ് നിയമനം ലഭിക്കുക. അതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 23,700 മുതൽ 52,600 വരെയാണ്. 23,700 മുതൽ 52,600 എന്ന് വെച്ചാൽ 23,700 അല്ല കിട്ടുക. എബോ 30,000 കിട്ടും സ്റ്റാർട്ടിങ്. അതായത് അതിൻ്റെ HRAയും DA 35% DA ഉണ്ട്. ഇതിൻ്റെ 23,700 35% DAയും HR ഹൗസ് റെന്റ് അലവൻസ്, അതായത് സിറ്റിയിലാണെങ്കിൽ കൂടുതലുണ്ടാകും, ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ കുറവുണ്ടാകും. അതിനനുസരിച്ച് ഇത് 3 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുക. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സെപ്റ്റംബർ 15, ഒക്ടോബർ 17, ഒക്ടോബർ 31. സെപ്റ്റംബർ 15 ഏതൊക്കെ ജില്ലകളിലാണ് നടക്കുന്നത്? തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം. ഒക്ടോബർ 17 ഏതൊക്കെ ജില്ലകളിലാണ്? ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ. 3ാം ഘട്ട എക്സാം. 1ാം ഘട്ട എക്സാം സെപ്റ്റംബർ 15. 2ാം ഘട്ട എക്സാം 2ാം ഘട്ടത്തിൽ നടക്കുന്നത് ഒക്ടോബർ 17. 3ാം ഘട്ടത്തിൽ എക്സാം നടക്കുന്ന ഒക്ടോബർ 31. ഒക്ടോബർ 31 നടക്കുന്നത് കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ഈ ജില്ലകളിലാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ആണ്. SSLC നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് വരിക. VFAയുടെ ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ശ്രീമാസിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്നും ധാരാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ധാരാളം വീഡിയോകൾ 2500 പരം PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്തമാറ്റിക്സിൻ്റെ ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ, അതായത് കുറച്ച് ട്രിക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് ഹാളിൽ ധാരാളം സമയം ചെലവഴിക്കാനില്ല. പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തണമെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മുൻനിരയിലെത്താൻ കഴിയും. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ലേറ്റസ്റ്റ് സിലബസ് നമുക്കൊന്ന് നോക്കിയാലോ. കാറ്റഗറി നമ്പർ 571/2025 ആണ്. സിലബസ് ചരിത്രം, ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, ഇക്കണോമിക്സ് 5 മാർക്ക്, ധനതത്വശാസ്ത്രം, കേരളം ഭരണവും ഭരണ സംവിധാനവും 5 മാർക്ക്, ജീവശാസ്ത്രം ബയോളജി അത് പൊതുജനാരോഗ്യം പബ്ലിക് ഹെൽത്ത് അത് 6 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, കലാ കായിക സാഹിത്യ സംസ്കാരം അത് 5 മാർക്ക്, കലാ കായിക സാഹിത്യ സംസ്കാരം. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ, ഇപ്പം എല്ലായിടത്തും കമ്പ്യൂട്ടർ, എല്ലാ ഓഫീസുകളിലും കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ 3 മാർക്ക്. കറണ്ട് അഫയേഴ്സ് ആനുകാലിക പ്രാധാന്യമുള്ളത്, അതായത് വാർത്താ പ്രാധാന്യം, ഇപ്പം പ്രസൻ്റായിട്ട് വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങൾ അത് 20 മാർക്കിൻ്റെ ഉണ്ട്. സുപ്രധാന നിയമം 5 മാർക്ക്. ഗണിതം, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ഇതാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് ശ്രീമാസിലെ. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്, അങ്ങനെ ആകെ 100 മാർക്ക്. ഇതിൻ്റെ ലേറ്റസ്റ്റ് സിലബസ് ആണ്. സിലബസ് ഫോക്കസ്ഡ് ആയിട്ട് ദിവസവും ഒരു കൃത്യസമയം മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും എടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചാൽ VFAയുടെ റാങ്ക് ലിസ്റ്റ് മുൻനിരയിലെത്താൻ കഴിയും.
SSLC നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒരിക്കൽ കൂടി പറയാം എൻ്റെ സിലബസ്. ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനം 5 മാർക്ക്, ബയോളജി ഹെൽത്ത് സയൻസ് 6 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, കലാ കായികം സാഹിത്യം സംസ്കാരം അത് 5 മാർക്ക്, കറണ്ട് അഫെയർസ് ആനുകാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ, വാർത്താ പ്രാധാന്യം ഇപ്പോൾ പ്രസന്റ് ആയിട്ടുള്ള വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങൾ നല്ലതുപോലെ പേപ്പറിലും വാർത്തയിലും ഒക്കെ ശ്രദ്ധിച്ചിട്ട് ഒരു ഡയറി എടുത്ത് എഴുതി സൂക്ഷിക്കുക. നമുക്കത് പിന്നെ എക്സാം ആകുമ്പോൾ ഒന്ന് പലതവണ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. അത് 20 മാർക്കിൻ്റെ ഉണ്ട് കറണ്ട് അഫെയർസ്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമം 5 മാർക്ക്, മാത്സ് ആൻഡ് മെന്റലിറ്റി ഞാൻ കൈകാര്യം ചെയ്യുന്ന ഇതാണ് ശ്രീനിവാസിലെ മാത്സ് ആൻഡ് മെന്റലിറ്റി 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇങ്ങനെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള VFAയുടെ സിലബസ് അറിഞ്ഞ് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ആയിക്കോട്ടെ ഒരു മിനിമം 5 വർഷത്തെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്താൽ അതിലെ ടിപ്പുകളൊക്കെ മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്താൽ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്താൻ കഴിയും. SSLC നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. വില്ലേജ് ഓഫീസുകളിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വില്ലേജ് ഓഫീസുകളിൽ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റായിട്ട് നിയമനം കിട്ടുന്നതിനുള്ള എക്സാമാണ്. 3 ഘട്ടങ്ങളായിട്ടാണ് എക്സാം നടക്കുക. ഫേസ് 1 എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബർ 15, ഫേസ് 2 ഒക്ടോബർ 17, ഫേസ് 3 ഒക്ടോബർ 31. ഏതൊക്കെ ജില്ലകളിലാണെന്ന് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. 2500-ൽ പരം PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് കട്ട് മെത്തേഡുകളും ഫസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻസും വരാൻ സാധ്യതയുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് മുതൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങുക. ദിവസം ഒരു മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ജോലിക്കായിട്ട് നീക്കി വെച്ചാൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാകും. സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കും. നിങ്ങളോടൊപ്പം നിങ്ങളെ തയ്യാറെടുപ്പിക്കാൻ വേണ്ടി ഞാനുണ്ട്. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആവശ്യമുള്ള കൂട്ടുകാരിലേക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ഇതുപോലെയുള്ള ധാരാളം വീഡിയോകൾ ശ്രീനിവാസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.